ഇനി മെല്ലെ മെല്ലെ നമുക്ക് ഈ കവർ പൊക്കി കൊടുക്കാം. യെസ്, വാവ്, എത്ര കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആണെന്ന് നോക്കിക്കേ. നല്ല സേഫായിട്ട് എല്ലാവരും നിൽക്കുന്നു. ഈ കുപ്പിക്കകത്തേ കുറച്ച് പേര് ഇത് ശ്വാസം മുട്ടിയിരിപ്പുണ്ട്. നോക്കുക, ഇത് കണ്ടോ? ഇത് തുറന്നില്ലെങ്കിൽ അവർ ശ്വാസം മുട്ടി ചത്തുപോകും. എന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മുടെ കുള്ളം പ്ലാവിനെ നമ്മളന്ന് പ്രൂണിങ് ചെയ്തില്ലേ, അതിൻ്റെ ശിഖരങ്ങൾ വന്നതാണ്. ഇതേ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് പച്ചപ്പ് കാണാൻ പറ്റും. ബ്രാഞ്ചസ് വന്നു തുടങ്ങി. കഴിഞ്ഞ ദിവസമേ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് സേഫായിട്ട് കെട്ടിവിട്ട് നമ്മുടെ വിയറ്റ്നാം മേർലിയാണിത്. ഇതേ പുറത്തുനിന്ന് നോക്കുമ്പോൾ പച്ചപ്പ് ഹരിതാപമൊക്കെ കണ്ടു തുടങ്ങി. ഇതിനകത്ത് പച്ച കളറുണ്ട്. അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഇതിനകത്ത് ചെറുതായിട്ട് ബ്രാഞ്ചസ് വന്നു തുടങ്ങി. ഇനിയിപ്പം നമുക്കിവർ ഫ്രീ ആയിട്ട് ഉടുപ്പൊക്കെ ഊരി വിടണം. എന്നാലല്ലേ അവർക്ക് വെളിച്ചവും കണ്ട് ബ്രാഞ്ചസ് ഉണ്ടാകാൻ പറ്റുള്ളൂ. അതായിരുന്നല്ലോ നമ്മുടെ ഇൻറ്റൻഷനും. ഈ കുപ്പിക്കകത്തോട്ടെ ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ചെറുതായിട്ടൊരു പച്ചപ്പ് കാണുന്നില്ലേ? അത് നമ്മുടെ പ്ലാവിന് ശിഖരങ്ങൾ വന്നതാണ്. ഇനി നമുക്കേ ഇതിലെല്ലാം ഊരി വിടണം, തുറന്നു വിടണം. അല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് നമ്മുടെ ഈ ബ്രാഞ്ചസിന് ശ്വാസം മുട്ടും. സോ 1 by 1 ആയിട്ട് നമുക്ക് തുറന്നു വിടാം. പല ലെയറുകളുണ്ടല്ലോ. കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക് കവറുണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കാം. അത്രയും സേഫായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടായിരുന്നല്ലോ ഞാനിവരെ വെച്ചിരുന്നത്. അപ്പം നമ്മുടെ കുപ്പി അങ്ങ് പൊക്കിയേക്കാം അല്ലേ? അകത്ത് കണ്ട പച്ചപ്പ്, ആ പ്ലാസ്റ്റിക് കവറിനകത്തായിട്ട് നമ്മുടെ ബ്രാഞ്ചസ് വന്ന് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇവരുടെ ഈ ഉടുപ്പും കൂടെ മാറ്റിയിട്ട് നമുക്കിവരെ ഫ്രീ ആക്കി വിടാം. ഈ ഉടുപ്പിനകത്ത് ഇവർ സേഫായിട്ടിരിക്കുകയാണല്ലോ. നമുക്കപ്പോൾ അതൊക്കെ അതിനെ കൂടെ അങ്ങ് അഴിച്ചു കൊടുത്തേക്കാം. ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ അകത്ത് കയറരുത്. അതായിരുന്നല്ലോ നമ്മുടെ മെയിൻ അജണ്ട. അതിനു വേണ്ടിയിട്ട് ഇതേ മണിച്ചിത്രത്തായിട്ട് പൂട്ടിയാണ് ഈ പ്ലാസ്റ്റിക് കവറിനെ വെച്ചിരിക്കുന്നത്. ഇനി ഓരോന്നായിട്ട് ഇത് അഴിച്ചെടുക്കാം. നമ്മുടെ മണിച്ചിത്രത്താഴ് ഞാൻ അഴിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിട്ടോ. നമ്മൾ ചെയ്ത ഓരോ വർക്കിനും റിസൾട്ട് കിട്ടുമ്പോഴാണ് ഏറെ സന്തോഷം. വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ കാര്യം അങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു അത് തന്നെ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കിട്ടുകയാണ്. യെസ്, അങ്ങനെ സകല കെട്ടുകളും ഞാൻ അഴിച്ചു മാറ്റി. അവരെ ഫ്രീ ആക്കാൻ പോവാണ്. സോ നമ്മളിപ്പം കുപ്പി മാറ്റി അവരുടെ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റി. ഇനി നമ്മൾ അവരെ ഫ്രീ ആക്കാൻ പോകുന്നു. ദേ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ പ്ലാസ്റ്റിക് കവറിനകത്തുകൂടെ കാണാൻ കൊച്ചു കൊച്ചു ബ്രാഞ്ചസ് അകത്തിരിക്കുന്നത്. സോ നമുക്കൊന്നിച്ച് ഇതിനകത്തിരിക്കുന്ന സാധനത്തിന് നമ്മുടെ നിധി കാത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നിധിയെ നമുക്ക് കാണാം. നമ്മളെ ലാസ്റ്റ് ലെയറിലെത്തി. ഇനി ഈ പ്രൊട്ടക്റ്റീവായിട്ട് വെച്ചിരിക്കുന്ന അടുത്ത ഉടുപ്പൂടി അങ്ങ് എടുത്തു മാറ്റിയാൽ അവരെ നമുക്ക് ഫ്രീ ആക്കാം. പതുക്കെ ഇവരുടെ വന്ന ബ്രാഞ്ചസ് ഒന്നും ഒട്ടാതെ ഒടിയാതെ ആദ്യമേ നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. യെസ്, അങ്ങനെ ഞാനിവിടെ നമ്മുടെ കവറിനെ വലുതാക്കി ഇങ്ങനെയാക്കി. ഇനി മെല്ലെ മെല്ലെ നമുക്ക് ഈ കവർ പൊക്കി കൊടുക്കാം. യെസ്, വാവ്, എത്ര കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആണെന്ന് നോക്കിക്കേ. നല്ല സേഫായിട്ട് എല്ലാവരും നിൽക്കുന്നു. ഇനി പേടിക്കാനില്ല, ഇവർ വലുതായിക്കോളും. നമ്മുടെ കുഞ്ഞൻപ്ലാവിനെ എത്ര പുതിയ ബ്രാഞ്ചസ് വന്നെന്നുകൂടെ നമുക്കൊന്ന് എണ്ണിയേക്കാം. ഇതേ താഴെ ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇത് 2, 3, 4, 5 കുഞ്ഞു ബ്രാഞ്ചസ് കൂടെ നമ്മുടെ കുഞ്ഞൻ പ്ലാവിന് വന്നു. അങ്ങനെ
നമ്മുടെ കുഞ്ഞിന് 5 ബ്രാഞ്ചസ് വന്നു. ഇനി ഇതൊക്കെ നല്ല രീതിയിൽ വന്നാൽ മതിയായിരുന്നു. മേ ബി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എനിവേ ഐ എം സോ ഹാപ്പി ബിക്കോസ് നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് നല്ലൊരു റിസൾട്ട് കിട്ടി. ഈ വിയറ്റ്നാം മേർലി പ്ലാവിന് അധികം ഹൈറ്റ് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്ത് ഹൈറ്റ് കുറച്ച് സേഫായിട്ട് നിർത്തുന്നത്. 6 അടി ഹൈറ്റ് കൂടുതലേ ഇവൻ പൊങ്ങാൻ പാടില്ല. ഹൈറ്റ് കൂടിയാലേ കാറ്റോ മഴയോ വന്നാൽ ഇവന് താങ്ങാൻ പറ്റൂല. ഈ പറമ്പ് മുഴുവനുമേ എൻ്റെ കൂട്ടുകാരൻ എന്നെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ എത്തിയിട്ടുണ്ട് ആള്. സോ നമ്മുടെ കുഞ്ഞിനെ ഇച്ചിരി വളവും കൂടി ഇട്ട് കൊടുത്തേക്കാം. ചൂട് ചേർത്തിടരുത്, കുറച്ച് മാറ്റിയിടാം. വളവിട്ട് കൊടുത്തു. അപ്പോൾ ഒന്ന് മണ്ണ് വെട്ടിക്കൂട്ടുക കൂടെ ചെയ്യണം. ഇനിയിപ്പോൾ ചൂട് സീസൺ കൂടെയല്ലേ, അപ്പം നമുക്ക് ഈ കരിയിലെല്ലാം ഇതിനടിയിലോട്ടിട്ട് ഒരു പൊത പോലെ ആക്കി കൂടെ കൊടുക്കാം. കഴിഞ്ഞില്ല, വേനൽക്കാലമല്ലേ, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നല്ല പോലെ നനച്ചുകൂടെ കൊടുത്തേക്കാം. ഇപ്പോൾ വളവും ഇട്ടു, നനപ്പ് കൂടെയായി. നമ്മളിവന് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. സോ ഇനി നമ്മുടെ കുഞ്ഞിന് നമുക്ക് നിറയെ കായ്കൾ തരട്ടെ. ഇത് 2 പ്രാവശ്യം കായ്ച്ചതാണ് കേട്ടോ ആള്. പിന്നെ അങ്ങ് പൊങ്ങിപ്പോകാൻ തുടങ്ങി. സോ നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞു ബ്രാഞ്ചസ് കാണണ്ടേ? ഇതേ പ്രൂണിങ് ചെയ്യുമ്പോഴേ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് നല്ല കെയർഫുള്ളായിട്ടും നല്ല രീതിയിലും ചെയ്യണം. പിന്നെ നമ്മൾ ഒരു നല്ല ആൻറ്റി ഫംഗൽ ഏജൻറ്റും ആ സ്റ്റമ്പിൻ്റെ എൻഡിലായിട്ട് അപ്ലൈ ചെയ്യുകയും കൂടെ വേണം. ഇത് ഞാൻ 1 വീക്ക് കഴിഞ്ഞിട്ട് എടുത്ത പിക്ചറാണ്. ഇത് അവരുടെ ഇലകളൊക്കെ വലുതായി, ബ്രാഞ്ചസൊക്കെ വലുതായി വരുന്നു. ഈ വിയറ്റ്നാം മേർലിയെ പ്രൂണിങ് മസ്റ്റാണ്. അത് നമുക്ക് ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രൂണിങ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണേ.